ഹൈഡീസ് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ടൂൾ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് അധികം നോളജ് ഒന്നുമില്ലാത്ത ഒരു വ്യക്തി അയാൾക്ക് പെട്ടെന്ന് ഒരു കാര്യം സാധിച്ചെടുക്കണം. അതിനുവേണ്ടി എങ്ങനെ മാനിഫെസ്റ്റേഷൻ ടൂൾ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു കാറാണ് എന്നിരിക്കട്ടെ, അത് ഏത് ബ്രാൻഡിൻ്റെ കാറാണ്, അത് എങ്ങനെയാണ് ആ കാറ് സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? റെഡി ക്യാഷ് ആണോ, അല്ലെങ്കിൽ EMI വഴി ബാങ്ക് വഴി ലോൺ വെച്ചിട്ടാണോ കാറ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ജോബാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പ്രൈവറ്റ് ജോബാണോ ഗവൺമെൻറ് ജോബാണോ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതും, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു സംരംഭം തുടങ്ങാനാണോ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം, ഇപ്പോൾ ജോബാണെങ്കിൽ ജോബ് ലഭിച്ചതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന ആ വരുമാനം നമ്മൾ അനുഭവിക്കുന്നതായും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായും അതിൽ നിന്നും കിട്ടുന്ന സന്തോഷം, അതിൽ നിന്നും കിട്ടുന്ന ഫീലിങ്സ്, അതിൽ നിന്നും കിട്ടുന്ന ഇമോഷൻസ്, ഇത് നിങ്ങൾ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ജോബ് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ഓൾറെഡി നിങ്ങളൊരു ജോബിലിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ജോബ് ലഭിച്ചു കഴിഞ്ഞു എങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ്? ആ ഹാപ്പിനെസ്, ആ ഫീലിങ്സ്, ആ ഇമോഷൻസ് നിങ്ങൾ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്കത് വരുമ്പോൾ നമ്മൾ വേറൊരാളായി കഴിഞ്ഞു അല്ലേ, ഭയങ്കര സന്തോഷമായിരിക്കും. ആ സന്തോഷം കറക്റ്റായിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലാരിറ്റി, സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ കറക്റ്റായി ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫർമേഷനാണ്. ഈ അഫർമേഷൻ നമ്മൾക്ക് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജേണലും എഴുതാം, വിഷൻ ബോർഡും സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷൻ ബോർഡ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ വളരെ സില്ലി ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാറാണെങ്കിൽ ഒരു സ്ക്വയർ കട്ട് പിക്ചറിൽ നിങ്ങൾ ആ കാറ് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ കളറ്, അത് സഞ്ചരിച്ച് വരുന്നത്, അതായത് കാറ് ഓടിക്കുന്ന രംഗങ്ങൾ, ഇതെല്ലാം. അപ്പോൾ നിങ്ങളൊരു കാർ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വിഷൻ ബോർഡായിട്ട് കണക്കാക്കുക. ഒരു ജോബാണ്, പ്രൈവറ്റാണ് ഗവൺമെൻറ് ആയാലും, ആ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക, അതായത് അത് ഇമാജിൻ ചെയ്യുക. അതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ എന്ത് വസ്തുവാകട്ടെ, നല്ലൊരു ഐഫോൺ ആണെങ്കിൽ ആ ഐഫോൺ ഒരു സ്ക്വയർ ഇതിൽ നമ്മളത് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ഐഫോൺ ഇരിക്കുന്നതായിട്ട് അല്ലേ, എടുക്കുന്നതായിട്ട്, തൊടുന്നതായിട്ട് എല്ലാം നമ്മളങ്ങോട്ട് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഫർമേഷൻ എങ്ങനെ വരും? അഫർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു കാറ് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, എനിക്ക് നല്ല മനോഹരവും ശാന്തവുമായിട്ടുള്ളൊരു വീട് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, നല്ലൊരു 60,000 രൂപയോടോ അല്ലെങ്കിൽ 30,000 രൂപയോടോ ഒരു ഐഫോൺ എനിക്ക് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. പോകുന്നതിന് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ നിലവിലില്ലല്ലോ, അത് നുണയല്ലേ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ് അല്ലേ. അങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു അഫർമേഷൻ കൂട്ടിച്ചേർക്കാം. ഇപ്പോഴെൻ്റെ കയ്യിലുള്ള ഈ ഫോൺ വളരെ പഴകിയതാണ്, ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയെങ്കിലും ഒരു ഫോൺ എൻ്റെ കയ്യിലുള്ളതിന് നന്ദി യൂണിവേഴ്സ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അധികം വരുമാനമില്ല, ചെറിയൊരു ജോബാണ്, ആ ജോബെങ്കിലും എനിക്ക് കിട്ടിയതിന് നന്ദി യൂണിവേഴ്സ് അല്ലേ. ഇപ്പോഴുള്ള എൻ്റെ വീട് ചെറിയ വീടാണ്, വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല, എന്നാൽ അതിൽ ഞാൻ സംതൃപ്തനാണ്, നന്ദി യൂണിവേഴ്സ്. അങ്ങനെയും പറയുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തുള്ള ആ സ്റ്റാറ്റസും വരാൻ പോകുന്ന സ്റ്റാറ്റസും, അതിനുശേഷമാണ് വരാൻ പോകുന്നത് പറയേണ്ടത്. മനോഹരമായിട്ടുള്ള നല്ലൊരു വീട് എനിക്ക് തന്നതിന് നന്ദി യൂണിവേഴ്സ്, ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, നല്ലൊരു വില കൂടിയ ഫോൺ എനിക്ക് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, സൊസൈറ്റിയിൽ നല്ല എല്ലാവരും മുമ്പിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു ജോബ് എനിക്ക് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, ഇങ്ങനെ പറയുക. അപ്പോൾ അവിടെ അഫർമേഷനും വന്നു, ഗ്രാറ്റിറ്റ്യൂഡും വന്നു, വിഷൻ ബോർഡും വന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്,
ജേണലിങ് എങ്ങനെ എഴുതണേ? ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതുക, എനിക്ക് നല്ല വില കൂടിയൊരു ഐഫോൺ ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. ഇനി ലഭിച്ചതിനും നന്ദി യൂണിവേഴ്സ് എന്നും എഴുതാം കേട്ടോ. ഏറ്റവും നല്ലത് ലഭിക്കാൻ പോകുന്നതിന് എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതുക. ശാന്തവും മനോഹരവുമായിട്ടുള്ളൊരു വീട് എനിക്ക് ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്. ഇതിന് നമുക്കൊരു ലിമിറ്റേഷനില്ല, എഴുതിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെറ്റിംഗ് ഗോ ആണ്. അതായത് ലെറ്റ് ഗോ, അതായത് അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക, അതങ്ങോട്ട് മറന്നു കളയുക. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ട് അത് മറന്നു കളയുക. ഇനി അടുത്ത പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കേണ്ടി ഒന്നും കാലം ഓർക്കുമ്പോൾ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിട്ട് കളഞ്ഞേക്കുക, അതുകൂടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ദിവസവും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് മാനിഫെസ്റ്റേഷൻ ടൂൾ അപ്ലൈ ചെയ്തിട്ടൊരു കാര്യം നേടിയെടുക്കാൻ കഴിയുന്നുള്ള കറക്റ്റ് ടെക്നിക്ക് ഇതാണ്. ഫസ്റ്റ് വൺ വിഷ്വലൈസേഷൻ, ഫസ്റ്റ് വൺ ക്ലാരിഫിക്കേഷൻ, ആൻഡ് സെക്കൻഡ് വൺ വിഷ്വലൈസേഷൻ, ആൻഡ് തേർഡ് വൺ അഫർമേഷൻ വിത്ത് വിഷൻ ബോർഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. വിഷൻ ബോർഡ് വെച്ചുകൊണ്ട് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് അഫർമേഷൻ വെച്ച് അങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞ ലെറ്റ് ഗോ ആണ്. അതങ്ങോട്ട് ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തകളുണ്ട് മനസ്സിലല്ലേ. അപ്പോൾ ഇങ്ങനൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, ഒരു ചിലവുമില്ല അല്ലേ. ക്യാഷിനൊരു ചിലവുമില്ല, കുറച്ച് സമയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ആ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. പിന്നെ ഞാൻ നല്ലൊരു മാനിഫെസ്റ്ററാണ്, എനിക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസും കൂടി നിങ്ങളുടെ മനസ്സിന് ഉണ്ടായിരിക്കേണ്ടതാണ്. യെസ്, ഞാനത് നേടിയെടുക്കും, യെസ് ഐ വിൽ അറ്റൈൻ ഇറ്റ്, ഞാനത് നേടിയെടുക്കും, യെസ് എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. അതോടൊപ്പം തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം, അതിനോട് എപ്പോഴും ആഗ്രഹം വേണം, ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റിയ മാനിഫെസ്റ്റേഷൻ ടൂൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കട്ടെ, ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടട്ടെ എന്ന് ഞാനും നിങ്ങളെ ബ്ലെസ് ചെയ്യാണ്. താങ്ക് യു.